അതുപോലെ അൺലൈക്ക് ഇൻ കേരള. അപ്പൊ അതിൽ ആദ്യം സ്മിത ലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്തല്ലോ, അൺലൈക്ക് ഇൻ കേരള എന്ന് വെച്ചാൽ ലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലെ, അത് കേരളത്തിലെ പോലെ ഇവിടെയും അങ്ങനെ ആണെന്നാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞ. പക്ഷെ അൺലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് കേരളത്തിൽ നിന്നും ഡിഫറെന്റ് ആണ് ഇവിടെ. കേരളത്തിലാണെങ്കിൽ മുറ്റം തൂക്കണം, ഇവിടെ തൂക്കണ്ട എന്ന് പറയണമെങ്കിൽ നമ്മൾ അൺലൈക്ക് ഇൻ കേരള വി ഡോണ്ട് ഹാവ് ടു സ്വീപ്പ് എന്ന് പറയണം. അപ്പൊ അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ പഠിച്ചാൽ മതി. എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, ഐ ഹാവ് എ പേഴ്സണൽ ട്രെയിനർ. അവിടെ ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ്. അത് കഴിഞ്ഞിട്ട് ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ്. അവിടെ ഹി വന്നതുകൊണ്ടാണ് എക്സ്പ്ലെയിൻസ്, അല്ലെങ്കിൽ ഡേ ആയിരുന്നെങ്കിൽ എക്സ്പ്ലെയിൻ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള ചില റൂൾസ് ആണ്. അപ്പൊ ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ്, എവറി സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പും നല്ല വിശദമായിട്ട് പ്രോപ്പർലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ആൻഡ് ഗൈഡ്സസ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ജനറൽ ആയിട്ട് നടക്കുന്ന കാര്യം. പിന്നെ എല്ലാ ദിവസവും ഞാൻ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അപ്പം എവറി ഡേ ഐ സ്പെൻഡ്, ഐ ആയതുകൊണ്ട് സ്പെൻഡ് ആണ്. ഹി ആയിരുന്നെങ്കിൽ സ്പെൻസ് ആയേനെ. ഇനി ഈവൻ ദോ ഐ ഫീൽ എ ലിറ്റിൽ ടയേർഡ് ആഫ്റ്റർവേർഡ്സ്. ഈവൻ ദോ വെച്ചാൽ ഇതിന് ശേഷം എനിക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടാലും, ആ പെട്ടാലും എന്ന് പറയാനാണ് ഈവൻ ദോ. അതുപോലെ ആസ് ഏജ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടും തോറും, ആസ് ഏജ് ഇൻക്രീസസ്, പ്രായം കൂടുന്തോറും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ടെൻസുകൾ ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ ഒരു കാര്യം സംസാരിക്കുക, അല്ലെ? അപ്പം നമ്മൾ ഓരോ ടെൻസുകളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കാനും നമ്മൾ. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സും ഇതിൽ എഴുതിയിടുക. അപ്പൊ നിങ്ങൾ എത്ര പേര് ജിമ്മിൽ പോകുന്നുണ്ട്, എത്ര പേര് എക്സസൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാത്തവർ എത്ര പേരുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഗോ ടു ജിം? നിങ്ങൾ ജിമ്മിൽ പോകാറുണ്ടോ? അപ്പൊ അതിന്റെ ഉത്തരം. ഡു യു എക്സസൈസ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇനി ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഗോയിങ് ടു ജിം? എത്ര നാളായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്നു? ഈ 3 ക്വസ്റ്റ്യൻസിനുമുള്ള ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ ഇടുക. ഓക്കെ, so see you in the next video. Until then, you take care. Sadgureshwar.